രാത്രി 7:18 ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനമെടുത്തതിന് ശേഷം ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നാൽ പിന്നെ കറക്റ്റ് 7:30 വരെ സ്ക്രോൾ ചെയ്ത് 7:00 തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ച് ബാക്കിയുള്ള 12 മിനിറ്റ് മറ്റൊന്നും ചിന്തിക്കാതെ ഇൻസ്റ്റയിൽ റീലോ യൂട്യൂബിൽ ഷോർട്സോ കണ്ട് 7:30 ആയിട്ടും തുടങ്ങാതെ ഒരു മടി കയറി പിന്നീട് അത് അടുത്ത ദിവസത്തിലേക്ക് മാറ്റി വെക്കുന്ന ഒരു അനുഭവം അത് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? Then you are in a dangerous situation called doom scrolling. Doom scrolling നിങ്ങളുടെ സ്ട്രെസ്സും ആങ്സൈറ്റിയും കൂട്ടും. അത് നിങ്ങളുടെ ഉറക്കത്തെ ബാധിക്കും. പിന്നെ നിങ്ങളുടെ ഉള്ളിലൊരു നെഗറ്റീവ് ബയാസ് ഉണ്ടാക്കും. ഇനി നിങ്ങൾ ഫ്രീക്വൻ്റ്ലി ബേൺ ഔട്ട് ആവുന്ന ഒരാളാണെങ്കിൽ മേ ബി ഡൂം സ്ക്രോളിംഗ് ആവും അതിൻ്റെ കാരണം. ഈ ഒരു ശീലം നിങ്ങളൊരു ലൂസറാക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും നടക്കാതെ അവസാനം ഒരു നോർമൽ കോർപ്പറേറ്റ് ജോബിന് പോലും കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ ഇത് എത്തിക്കും. ഈവൻ നിങ്ങൾക്ക് ഹൈ പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ പോലും. എല്ലാവർക്കും ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഹൈ പൊട്ടൻഷ്യൽ ഉണ്ടാകും, നിങ്ങൾക്കുമുണ്ട്. പക്ഷേ ഒരു നോർമൽ ജോബ് ലഭിക്കാൻ വേണ്ടി പോലും കഷ്ടപ്പെടുന്ന അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ഐ ഗോട്ട് യു. മാറാനുള്ള മനസ്സുണ്ടെങ്കിൽ ആ ഒരു മാറ്റത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന ഒരു ലംബോർഗിനിയാണ് നിങ്ങളുടെ പൊട്ടൻഷ്യൽ. ആൻഡ് ആ ലംബോർഗിനിയിലേക്കുള്ള ഇന്ധനം അഥവാ ഫ്യൂവൽ അതാണ് ഈ വീഡിയോ. ഈ വീഡിയോയിലൂടെ ലെറ്റ്സ് ബ്രേക്ക് ദ ചെയിൻ ഓഫ് സോഷ്യൽ മീഡിയ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മൾ ഈ വീഡിയോ 3 സെക്ഷൻസ് ആയിട്ടാണ് തിരിക്കുന്നത്. ദാറ്റ് ഈസ് 1. എക്സ്പ്ലെയിൻ ഡൂം സ്ക്രോളിംഗ്. 2. ദ ഇമ്പാക്റ്റ് ഓഫ് ഡൂം സ്ക്രോളിംഗ്. 3. ഹൗ ടു ഓവർകം ഡൂം സ്ക്രോളിംഗ് ആൻഡ് സൊല്യൂഷൻസ് അല്ലെങ്കിൽ ദ കീ ടു സക്സസ്. അപ്പോൾ ആദ്യം തന്നെ വാട്ട് ഈസ് ഡൂം സ്ക്രോളിംഗ്? അതിപ്പോൾ നിങ്ങൾക്ക് അറിയാം, നെഗറ്റീവ് ആയിട്ടുള്ളതോ അല്ലാത്തതോ ആയിട്ടുള്ള റീൽസ് കണ്ടിന്യൂസ് ആയിട്ട് സ്ക്രോൾ ചെയ്യുന്നതാണെന്ന്. പക്ഷേ സയന്റിഫിക്കലി അതെന്താണ്? നിങ്ങൾ എത്രയും ഇൻട്രസ്റ്റിംഗും മടിയനുമാക്കുന്ന അതിന്റെ പിന്നിലെ കാരണം എന്താണ്? പിന്നെ കുറെ സമയം കൊണ്ട് ഒരു റീലും കൂടി കണ്ടിട്ട് നിർത്താം എന്ന ആ ഒരു സ്വയം പറയുമ്പോഴും നിങ്ങൾക്കറിയാം അതിൽ നിന്നും നിങ്ങൾക്കൊരു പ്രയോജനവും ലഭിക്കുന്നില്ല എന്ന്. എന്നിട്ടും നമ്മൾ എങ്ങനെയാണ് ഇത്രയും നേരം സ്ക്രോൾ ചെയ്യുന്നത്? എന്താണ് നമ്മുടെ ബ്രെയിനിനുള്ളിൽ ശരിക്കും നടക്കുന്നത്? ഇവൻ ഈ ഒരു കണ്ടീഷൻ ഗാംബ്ലിംഗ് അഡിക്ഷൻ പോലെയാണ് എന്നാണ് ChatGPT പോലും പറയുന്നത്. അപ്പോൾ നിങ്ങൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയം മുഴുവൻ നിങ്ങളുടെ ബ്രെയിൻ ഓരോ സർപ്രൈസസിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് വരുമെന്നൊരു തോന്നൽ അത് കാരണം നിങ്ങൾ അറിയാതെ നിങ്ങളുടെ സബ് കോൺഷ്യസിൽ ഉണ്ടാകും. എന്നിട്ട് നിങ്ങൾ ഫണ്ണി, ഇമോഷണലി അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ രീതിയിലുള്ള ഒരു വീഡിയോ കാണുമ്പോൾ നമ്മുടെ ബ്രെയിനിന് ഒരു എക്സൈറ്റ്മെന്റ് ലഭിക്കും. ആ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് പെട്ടെന്ന് ചെറിയൊരു ഡോപ്പമൈൻ ഹിറ്റ് വരും. പലർക്കും ഡോപ്പമൈൻ എന്താണെന്ന് അറിയാമായിരിക്കും. ഇനി അറിയാത്തവർക്കായിട്ട് ഡോപ്പമൈൻ ഈസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ, എ കെമിക്കൽ മെസഞ്ചർ ഇൻ യുവർ ബ്രെയിൻ, ബ്ലാ ബ്ലാ ബ്ലാ. മനസ്സിലാവുന്ന രീതിയിലും പറയണേ. ഓക്കെ. നമ്മുടെ ബ്രെയിനില്ലേ, അതിന്റെ ഒരു പെറ്റ്, ഒരു നായക്കുട്ടി അതാണെന്ന് വിചാരിക്കുക. ഒരു ഡോപ്പമൈൻ ഏത് സമയത്തും എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് സംഭവിച്ചാൽ ഈ നായക്കുട്ടി അഥവാ ഡോപ്പമൈൻ എക്സൈറ്റഡ് ആയിട്ട് വാലാട്ടും. നിങ്ങളിപ്പോ ഒരു കോലുമുട്ടായി കഴിച്ചാൽ ഈ ബ്രെയിനിന്റെ ഉള്ളിലെ ഈ നായക്കുട്ടി വാലാട്ടിക്കൊണ്ട് ഇനിയും വേണമെന്ന് പറയും. അതുപോലെ തന്നെ അടുത്തത് നടക്കുമെന്ന എക്സൈറ്റ്മെന്റും ഇതിന്റെ ഒരു മെയിൻ റീസൺ. ഇപ്പോൾ ഗാംബ്ലിങ്ങിൽ നിങ്ങളൊരു 2 കളി തോറ്റാലും അടുത്തതിൽ ജയിച്ചാലോ എന്ന ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ്, ഇനി ജയിച്ചാൽ ആ നായക്കുട്ടി വാലാട്ടിക്കൊണ്ട് ഇനിയും വേണമെന്ന് പറയുകയും ചെയ്യും. സോ ബ്രെയിനിന് ഈ ഒരു ഡോപ്പമൈൻ റിലീസ് അല്ലെങ്കിൽ ഹിറ്റ് ആവശ്യമാണ്. പക്ഷേ അത് പതുക്കെ കിട്ടണം. സ്ക്രോൾ ചെയ്തുകൊണ്ട് പെട്ടെന്ന് കിട്ടുന്നത് നിങ്ങൾക്ക് ജീവിതം മടുക്കുന്ന സിറ്റുവേഷനിലേക്ക് വരെ എത്തിക്കും. അപ്പോൾ ഡോപ്പമൈൻ നിങ്ങൾക്ക് കിട്ടേണ്ട ബെസ്റ്റ് വഴി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു 4 മാസം ജിമ്മിന് പോയി പതുക്കെ നിങ്ങൾ ആഗ്രഹിച്ച ഫിസിക്കിലേക്ക് നിങ്ങൾ എത്താൻ തുടങ്ങിയാൽ ആ മാറ്റങ്ങൾ കണ്ട് അവിടെ ഒരു ഡോപ്പമൈൻ റിലീസും അതിലൂടെ നിങ്ങൾക്കൊരു സന്തോഷവും ലഭിക്കും. ആ ഒരു സന്തോഷം ഇനിയും വേണമെന്ന് ഡോപ്പമൈൻ പറയുകയും ചെയ്യും. അങ്ങനെ ആ ഒരു ഡിറ്റർമിനേഷനിൽ നിങ്ങൾക്ക് ഒരു കിടിലം ബോഡിയും അച്ചീവ് ചെയ്യാം. യു നീഡ് ഡിസിപ്ലിൻ ഫോർ ദാറ്റ്, നോട്ട് ഡിസ്കംഫർട്ട്. അപ്പോൾ ഓരോ റീല് കഴിയുമ്പോഴും ബ്രെയിനിന് അടുത്ത റീൽ ഇൻട്രസ്റ്റിംഗ് ആവും, അതിൽ ഡോപ്പമൈൻ റിലീസ് കിട്ടുമെന്ന് വിചാരിച്ചാണ് നിങ്ങളിത് എൻഡ്ലെസ് ആയിട്ട് സ്ക്രോൾ ചെയ്യുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായി. സോ ദ നെക്സ്റ്റ് പാർട്ട്, ദ ഇമ്പാക്റ്റ് ഓഫ് സ്ക്രോളിംഗ്. ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണല്ലേ. പക്ഷെ ആക്ച്വലി അത് നമ്മുടെ സ്ട്രെസ് ലെവൽ ശരിക്കും കൂട്ടുകയാണ് ചെയ്യുന്നത്. നമ്മൾ കാണുന്ന ഓരോ റീലിലും ഓരോ ഇമോഷൻസ് ഉള്ളതാണ്. ഇമോഷണൽ ആയിട്ടുള്ള ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒരു ഡിസാസ്റ്റർ ന്യൂസ് കണ്ട് പിന്നെ ഒരു ഫണ്ണി റീൽ കണ്ട് അങ്ങനെ ഇമോഷൻസിന്റെ ഒരു റോളർ കോസ്റ്റർ റൈഡ് തന്നെയാണ് ഇവൻ 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇൻസ്റ്റയിൽ കൂടെ കിട്ടുന്നത്. അത്രയും പെട്ടെന്നുള്ള ഇമോഷണൽ ചേഞ്ചസ് നമ്മളുടെ ബ്രെയിനെ നല്ല രീതിയിൽ തന്നെ ടയേർഡാക്കും. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ഒരു വ്യക്തി ബേൺ ഔട്ട് ആവുകയും ചെയ്യും. മറ്റൊരു ഇമ്പാക്റ്റ് ആണ്, നമുക്കിപ്പോൾ നെക്സ്റ്റ് ഡേ കോളേജോ വർക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബെഡിൽ കിടന്നതിന് ശേഷം ആ ഒരു കംഫർട്ടിൽ ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ സ്ക്രോൾ ചെയ്ത് നമ്മൾ ആഗ്രഹിച്ച സമയത്തിൽ നിന്നും ലേറ്റായി ഉറങ്ങും. ഈ ഒരു കാര്യം നമ്മളുടെ സ്ലീപ്പ് സ്കെഡ്യൂളിനെയും അടുത്ത ദിവസത്തെ പ്രൊഡക്ടിവിറ്റിയെയും നല്ല രീതിയിൽ തന്നെ ബാധിക്കും. ഈവൻ എക്സ്പേർട്സ് പറയുന്നത് ബെഡ് ടൈമിന് 1/2 മണിക്കൂർ മുന്നെങ്കിലും മൊബൈൽ ഫോൺസ് എടുത്ത് വെക്കണമെന്നാണ്. അതിന് കഴിഞ്ഞില്ലെങ്കിലും പക്ഷേ രാത്രി ബെഡിൽ കിടന്നുകൊണ്ടുള്ള ഈ ഒരു സ്ക്രോളിംഗ് കഴിയുന്നതും ഒഴിവാക്കുക. ആൻഡ് നമ്മുടെ ഫോക്കസ് ഒക്കെ ഇത് കാരണം ഇപ്പോൾ ഡെയിലി കുറഞ്ഞു വരികയാണ്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് ചെയ്തു തീർത്താൽ കിട്ടുന്നതിലും പെട്ടെന്ന് ഡോപ്പമൈൻ നമുക്ക് 5 മിനിറ്റ് റീൽ സ്ക്രോൾ ചെയ്താൽ കിട്ടും. അങ്ങനെ
കൂടുതൽ ചിന്തിക്കേണ്ട വർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ബ്രെയിനിന് ചെയ്യാൻ മടി വരികയും നമ്മുടെ ഗോൾസ്, ആഗ്രഹങ്ങൾ ഇതെല്ലാം ലിറ്ററലി സ്റ്റക്കായി പോവുകയും ചെയ്യും. ആൻഡ് നമ്മൾ കാണുന്ന റീലുകളിൽ പലരും അവരുടെ അച്ചീവ്മെന്റ്സ് പോസ്റ്റ് ചെയ്യുന്നത് കാണുന്നതിലൂടെ ഞാൻ ജീവിതത്തിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ ആ ഒരു വ്യക്തിയുടെ മെന്റൽ ഹെൽത്തിനെ നന്നായി തന്നെ ബാധിക്കും. സെൽഫ് ഡൗട്ടിനും ഓവർ തിങ്കിങ്ങിനും എല്ലാം ഇത് കാരണമാവും. ടൈം വേസ്റ്റിങ്ങിനെ കുറിച്ച് പിന്നെ ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്ത്യക്ക് ഒരു റെക്കോർഡ് ഇപ്പോൾ അടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാം യൂസേഴ്സ് ഉള്ള കൺട്രി എന്ന റെക്കോർഡ്. 455 മില്യൺ ആൾക്കാരാണ് ഇന്ത്യയിൽ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നത്. ആ 455 മില്യൺ ആൾക്കാരിൽ 153 മില്യൺ ടീനേജേഴ്സ് ആണ്. ബ്രോ ഒന്ന് കണ്ണുറക്ക്. 250 ലക്ഷം ടീനേജേഴ്സ് ആണ് ഇന്ത്യയിലുള്ളത്. അതിൽ 200 ലക്ഷം പേരും ഏവറേജ് ഒരു ദിവസം 7 മണിക്കൂർ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട്. അതിലൊരാളാണ് നിങ്ങളെങ്കിൽ ബ്രോ, യു നീഡ് ടു അച്ചീവ് യുവർ ഡ്രീംസ്. യു നീഡ് ടു ഡു സംതിങ് ബെറ്റർ. നമ്മൾ കാരണം ലക്ഷക്കണക്കിന് ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നുണ്ട്. വി ആർ ദ കൺസ്യൂമേഴ്സ് ആൻഡ് അവർ ടൈം ഈസ് ദ പ്രൈസ് ഫോർ ദെയർ ഫ്രീ. നമുക്കെങ്ങനെ ഈ ഒരു അവസ്ഥ മറികടക്കാമെന്ന് നോക്കാം. ഗൈസ്, ആദ്യം തന്നെ ഈ ഒരു സ്ക്രോളിംഗ് ഹാബിറ്റ് നിർത്താൻ നമുക്ക് വേണ്ടത് ഡിറ്റർമിനേഷൻ ആണ്. ഇത് എന്റെ ജീവിതത്തിൽ ഒരു യൂസും തരുന്നില്ല, ഇന്നു മുതൽ ഞാൻ വെറുതെ ഇരുന്നാലും റീല് സ്ക്രോൾ ചെയ്യില്ല, പരമാവധി ഇത് ഒഴിവാക്കും എന്നൊരു മൈൻഡ് സെറ്റ് അതുണ്ടെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ഉറപ്പായും ഈ ഒരു ഡേഞ്ചറസ് ഹാബിറ്റിനെ മറികടക്കും. നിങ്ങൾക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ടെക്സ്റ്റ് ചെയ്യാൻ കുറെ പേരുണ്ടാകും. മേ ബി ഒരു ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സ്, അവരുമായി എത്ര നേരം സംസാരിക്കും എന്നതിലും അതുകൂടാതെ നിങ്ങൾക്ക് അത്യാവശ്യമായി ഫോണിൽ ചെയ്യാനുള്ള കാര്യങ്ങളുടെ സമയവും കണക്കുകൂട്ടി അതിനനുസരിച്ച് ഒരു സ്ക്രീൻ ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം എന്നീ ആപ്സിനെല്ലാം. നിങ്ങളുടെ ഒരു ദിവസത്തെ സ്ക്രീൻ ടൈം കാണണമെങ്കിൽ യു ക്യാൻ സെർച്ച് ഇറ്റ് ഓൺ സെറ്റിംഗ്സ്. അങ്ങനെ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്നും ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മണിക്കൂറൊക്കെ കുറച്ച് കൊണ്ടുവന്ന് ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ ആ ഒരു അത്യാവശ്യ സമയത്തിൽ നിന്നും 1 മണിക്കൂർ അധികം ഫോൺ ഉപയോഗിക്കുക എന്ന രീതിയിലേക്ക് എത്തിക്കുക. സെക്കൻഡ് വൺ, ബെഡ് ടൈമിൽ ഫോൺ പരമാവധി ഒഴിവാക്കുക. അത് നിങ്ങൾക്കൊരു ബെറ്റർ സ്ലീപ്പും തരുന്നതായിരിക്കും. തേർഡ്ലി, നിങ്ങൾ സ്ക്രോൾ ചെയ്യാൻ യൂസ് ചെയ്തിരുന്ന സമയം നിങ്ങളുടെ ഹോബീസ് വെച്ച് തന്നെ റീപ്ലേസ് ചെയ്യുക. വെറുതെ ഇരിക്കുന്ന സമയമൊക്കെ മൊബൈലിൽ എഡിറ്റ് ചെയ്യുന്നതാണെങ്കിൽ പോലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ബുക്സ് വായിക്കാം, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും. നാലാമത് മറ്റൊരു ഹെൽപ്ഫുൾ ആയ കാര്യമാണ് നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്തിടുക എന്നുള്ളത്. എല്ലാ ആപ്സിൻ്റെയും നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കി ഇടുന്നതിലൂടെ ഫ്രീക്വന്റ് ആയിട്ട് ഫോൺ എടുക്കുന്നത് നമുക്ക് കുറക്കാൻ കഴിയും. പിന്നെ സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ ഗ്രേ മോഡ് യൂസ് ചെയ്യാനൊക്കെ പലരും പറയും. പക്ഷേ ഗൈസ്, നിങ്ങൾ ആ ഒരു എക്സ്റ്റെൻഡ് വരെയൊന്നും ഒരിക്കലും പോകരുത്. നിങ്ങൾക്ക് നേടാൻ ആഗ്രഹങ്ങളുണ്ട്. സോ ഈ ഉപകാരമില്ലാത്ത ടൈം വേസ്റ്റിംഗ് ഹാബിറ്റ് ഒഴിവാക്കണമെന്ന് നിങ്ങൾ എന്ന് ഉറച്ച തീരുമാനം എടുക്കുന്നോ അന്ന് നിങ്ങൾക്കിത് നിർത്താനാകും. ആ ഒരു തീരുമാനമെടുക്കുന്ന മൊമെന്റ് ഇപ്പം ആവണം. ഒരിക്കലും ഒരു പെർഫെക്റ്റ് സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഇത്തരം കാര്യങ്ങൾക്കെല്ലാം പെർഫെക്റ്റ് സമയം ഇപ്പോൾ തന്നെയാണ്. ഗൈസ്, എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ പേരൻസിനൊക്കെ പ്രായം കൂടി വരികയാണ്. പിന്നെ ഫിനാൻഷ്യലി ഒന്ന് സെറ്റ് ആവാനുണ്ട് നിങ്ങൾ ഇനിയും. ആൻഡ് മെയിൻലി സോഷ്യൽ മീഡിയയിൽ കുറെ പൈസ ഉണ്ടാക്കി ഫ്ലെക്സ് ചെയ്യുന്നവരും നല്ല ഫിസിക്ക് ഫ്ലെക്സ് ചെയ്യുന്നവരെല്ലാം ഇത് ഒറ്റ ദിവസം കൊണ്ടൊന്നും ഉണ്ടാക്കിയതല്ല. അവരും ഒരിക്കൽ നിങ്ങളെപ്പോലെ തന്നെയായിരുന്നു. പിന്നീട് വർഷങ്ങളോളം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു സ്റ്റേജിലേക്ക് അവർ എത്തിയത്. നിങ്ങൾ ഈ സമയം കളയുന്ന സോഷ്യൽ മീഡിയ വെച്ച് തന്നെ പലരും പൈസ ഉണ്ടാക്കുന്നുണ്ട്. അത് നിങ്ങളെ കൊണ്ടും പറ്റും. ഒരിക്കലും നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് മറ്റൊരാളുടെ 7th സ്റ്റെപ്പുമായി കമ്പയർ ചെയ്യരുത്. ലെറ്റ്സ് ബ്രേക്ക് ദ ചെയിൻസ് ആൻഡ് അച്ചീവ് ബിഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ ബൈ.